ഇത് എങ്ങനെ സാധിക്കുന്നു ബാലയ്യ? നന്ദമുരി ബാലകൃഷ്ണൻ നായകനായി വന്ന ചിത്രമാണ് ഡാക്കു മഹാരാജ്. തെലുങ്കിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരു താരമാണ് ബാലയ്യ. തുടർച്ചയായി ബാലയ്യ 100 കോടി ക്ലബിലെത്തിയിരുന്നു. അഖണ്ഡ, വീരസിംഹ റെഡ്ഡി സിനിമകൾക്ക് പുറമെ ഭഗവത് കേസരിയും 100 കോടി ക്ലബിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ബാലയ്യ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. 100 കോടിയിലധികം കളക്ഷൻ നേടി പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ബാലയ്യയുടെ പുതിയ സിനിമയായ ഡാക്കു മഹാരാജ്. ഡാക്കു മഹാരാജ് ആഗോളതലത്തിൽ 100 കോടി ക്ലബിലെത്തിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഡാക്കു മഹാരാജിന്റെ OTT റിലീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഫെബ്രുവരി 9 മുതൽ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ബോബി കൊല്ലിയുടെ സംവിധാനത്തിൽ 25 കോടിയാണ് ഓപ്പണിംഗിൽ മാത്രം തെലുങ്കിൽ ചിത്രം നേടിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം ദിനം കളക്ഷൻ 50% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ പിന്നീട് ചിത്രം വൻ തിരിച്ചുവരവ് നടത്തി. ഡാക്കു മഹാരാജ് ആഗോളതലത്തിൽ 156 കോടി രൂപയാണ് നേടിയിരിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. വൻ ഹൈപ്പിലെത്തിയ ചിത്രമായിരുന്നു ഇത്. എന്നാൽ ഡാക്കു മഹാരാജിലെ നൃത്തരംഗം വലിയ വിവാദമായി മാറുകയും ചെയ്തു. ബാലയ്യയും ഊർവശി റൌട്ടയിലുമാണ് രംഗത്തിലുള്ളത്. അനുചിതമായ സ്റ്റെപ്പുകളാണ് വിവാദ ഗാനരംഗത്ത് എന്നാണ് വിമർശനമുള്ളത്. ശേഖർ മാസ്റ്ററാണ് നൃത്ത സംവിധാനം നടത്തിയത്. സിതാര എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ്. ഇത് ബാലയ്യയുടെ തിരിച്ചുവരവ് തന്നെയാണ്. എന്തായാലും തെലുങ്കിൽ ബാലയ്യ തകർക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.